ഹലോ ഹായ് റസിയ ഷിഹാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ റേഷൻ കടയിൽ നിന്നും കിട്ടുന്ന ആട്ടപ്പൊടി കൊണ്ട് ഒരു നല്ല സൂപ്പർ ടേസ്റ്റിൽ തന്നെ ഒരു കേക്ക് തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഗ്ലാസ് പാൽ എടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടാക്കി നേരിയ ചൂടിലിട്ടോ, നല്ല തിളപ്പിക്കൊന്നും വേണ്ട, ഒന്ന് നേരിയ ചൂടായതിന് ശേഷം ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് വെക്കണം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ ഏകദേശം ഇവിടെ നമ്മുടെ പാലൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. അത് രണ്ടും ഓരോന്നായി പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന ഓരോ വീഡിയോസും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് അതാത് സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതാ 2 മുട്ടയും ഞാനിതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വിസ്ക് ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഒരു ലൈക്കൊന്ന് ചെയ്യുക. അപ്പോൾ ഇത് ഏകദേശം നമ്മൾ മുട്ട നന്നായിട്ട് ഇവിടെ ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അല്ലാണ്ടെങ്കിൽ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഉപ്പ് ചേർത്തെടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 3/4 കപ്പ് പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാരയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കലങ്ങുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഇവിടെ നന്നായിട്ട് പഞ്ചസാരയൊക്കെ കലങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 2 കപ്പ് ആട്ടപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ 1.5 കപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പൊടി കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പകുതി ആട്ടപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ 1.5 ബൗളാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഇപ്പം 2ഉം ചേർത്ത് കൊടുത്തു. അതിനുശേഷം നന്നായിട്ട് തന്നെ ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു സ്പൂൺ കൊണ്ട് ഞാനിതാ ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്പൂണൊക്കെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. ആ മാവൊക്കെ നന്നായിട്ട് കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് കട്ട ഉടച്ചിട്ട് എടുക്കുക. കുറച്ച് നേരം നമ്മൾ കട്ട ഉടച്ച് കഴിഞ്ഞാലും കുറച്ച് നേരം ഇതുപോലൊന്ന് ചെയ്യുക കേട്ടോ. നന്നായിട്ടൊന്ന് ചെയ്യുക. ഒരു 2-3 മിനിറ്റ് തന്നെ ഇതുപോലൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഈ ഒരു കേക്കിൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഇത് ആ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു പാത്രം എടുക്കാം. ബേക്ക് ചെയ്യാനുള്ള പാത്രം എടുത്തതിന് ശേഷം ആ പാത്രത്തിൽ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ എന്തായാലും ഒരു ലൈക്ക് തരണേ. തീർച്ചയായും ഒരു ലൈക്ക് തരിക. അതുപോലെ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നിങ്ങളതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണം. അപ്പോൾ ഇതാ ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്യാം. ഓൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടും. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ, നല്ലൊരു രുചിയാണ് ഈ ഒരു കേക്കിന്. അപ്പോൾ അത് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇതാ അതിന് ശേഷം നമ്മൾ ഇത് 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു പാത്രത്തിൽ ബേക്ക് ചെയ്യുന്ന പാത്രത്തിൽ വെച്ചിട്ട് 1 മണിക്കൂർ നമ്മൾ പുറത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ കുക്ക് ചെയ്തിട്ടുള്ളത്. ഇത് നന്നായി ഒന്ന് പൊന്തി വന്നിട്ടുണ്ട്, കുക്കായി വന്നിട്ടുണ്ട് നമ്മുടെ കേക്ക്. അതുപോലെ തന്നെ ഈ ഒരു പാത്രത്തിൻ്റെ അടിയിൽ ഞാനൊരു ഫ്രൈ പാൻ അടിയിൽ വെച്ചിട്ടുണ്ട്, അടിയൊന്നും കരിയാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ നിങ്ങളും അതുപോലെ ചെയ്ത് നോക്കുക.
ഉണ്ടല്ലേ, നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അടിയൊന്നും കരിഞ്ഞിട്ടില്ല. നല്ലൊരു കേക്ക് റെസിപ്പിയാണ്, നല്ലൊരു ടേസ്റ്റാണ്. ഇപ്പോൾ ഇത് വീണ്ടും നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വെറുതെ കളയല്ലേ, റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടപ്പൊടി കേട്ടോ. ഇതുപോലൊക്കെ വൈകുന്നേരങ്ങളിൽ ചായക്കടി ഉണ്ടാക്കാണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നല്ലൊരു രുചികരമായൊരു കേക്ക് റെസിപ്പിയാണ്. ട്രൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.